ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഫസ്റ്റ് ടൈം കാണുന്നവരുടെ എൻ്റെ പേര് സാനിയ എന്നാണ് കേട്ടോ. എൻ്റെ ചാനലിലെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് പാക്ക് ആണ് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ഫേസിലും ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം. ഈവൻ നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിൽ കൂടെ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്കളറേഷൻ, പിഗ്മെന്റേഷൻ, സൺ ടാൻ, അതുപോലെ തന്നെ പിമ്പിൾസ് വന്ന് പോയിട്ടുള്ള പാടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഈ ഒരു പാക്ക് മാത്രം മതി കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി മറക്കരുത് കേട്ടോ. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പപ്പായയാണ്. പഴുത്തിട്ടുള്ള കപ്ലങ്ങാപ്പഴം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. നല്ല പഴുത്ത് തന്നെ വേണം. അതൊരു സ്പൂണിൽ ഇച്ചിരി ഇങ്ങനെ ചിരണ്ടിയിട്ട് നമുക്കൊരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂണാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി വേണ്ടത്. പിന്നെ ഒരുപാട് ഫുൾ ബോഡിയൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആട്ടപ്പൊടി ഉണ്ടല്ലോ, നമ്മുടെ ഗോതമ്പ് പൊടി. കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പാക്കറ്റിൽ നിന്നുള്ളതാണെങ്കിലും എടുക്കുക, അതെല്ലാം നമ്മൾ പൊടിപ്പിച്ചതുണ്ടെങ്കിലും എടുക്കാം കേട്ടോ. ഏത് വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസ് ആണ് കേട്ടോ. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം ധാരാളമാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, സൺ ടാൻ, ഡിസ്കളറേഷൻ എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ലെമൺ ജ്യൂസും കൂടെ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ടത്, ഫേസിൽ അപ്ലൈ ചെയ്യാം, നെക്കിൽ, നമ്മുടെ കയ്യിൽ, കാലിൽ, ഈവൻ നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിൽ കൂടെ നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഫസ്റ്റ് ടൈമാണ് നിങ്ങളൊരു പാക്ക് ഫേസിൽ അല്ലെങ്കിൽ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മൾ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. അതല്ല നിങ്ങളിപ്പോൾ മുൻപ് ഈ ഒരു പാക്ക് ഇട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ മുൻപ് യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് പാച്ച് ടെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അതല്ല ഇപ്പം എന്തിട്ടാലും സ്കിന്നിൽ ഇറിറ്റേഷൻ ആവുന്നവരാണെങ്കിൽ പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്യുക കേട്ടോ. അതിനുശേഷം മാത്രം നമ്മളിങ്ങനെ പാക്കായിട്ട് നമ്മൾ ഇട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഏതൊരു ഭാഗത്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് തന്നെ ധാരാളമാണ് നമുക്ക് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങളും ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് മനസ്സിലാവില്ല. ഫേസിൽ അങ്ങനെ ടാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്തത് കൊണ്ട് റിസൾട്ട് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് മാത്രമേ കിട്ടുള്ളൂ. അത് കൂടി പോയിട്ടുണ്ടെങ്കിൽ 1-2 ദിവസം കഴിയുമ്പോഴേക്കും അത് ഫെയ്ഡായിട്ട് പോകും. നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടാണ് ഈ ഒരു റിസൾട്ട് നിലനിർത്തേണ്ടതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിന്യൂസ് യൂസേജ് ഉണ്ടാവണം. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ആഴ്ചയ്ക്കൊരു 3-4 പ്രാവശ്യം ഇടവിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഏകദേശം 1 മാസത്തോളം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് വിസിബിൾ ആയിട്ടുള്ള പെർമനൻ്റ് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാണ് ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കയ്യിൽ ഒരു ഭാഗം വിട്ടിട്ടാണ് അപ്ലൈ ചെയ്തത്. അന്നേരം നന്നായിട്ട് ലൈവ് റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ നല്ല കട്ടിക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാക്ക് നമ്മൾ എവിടെ അപ്ലൈ ചെയ്താലും ഒരു 20-25 മിനിറ്റ് കൂടുതൽ നമുക്കിത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ് അടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ഡ്രൈ ആയിട്ട് മുറുകൊന്നുമില്ല കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു വീറ്റ് ഫ്ലോറിൻ്റെ പകരം നമ്മൾ ചേർത്തിട്ടുള്ളത് അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഡ്രൈ ആവാൻ തുടങ്ങും. ഇത് പക്ഷേ അങ്ങനെ ഡ്രൈ ആവുന്നില്ല കേട്ടോ ഈ ഒരു പാക്ക്. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് നേരം വെച്ചാൽ മതി. ഡ്രൈ ആവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എന്നിട്ട് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് കളയാം കേട്ടോ. നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് ഞാൻ കാണിച്ചു തരാം. പാക്ക് അപ്ലൈ ചെയ്ത വശവും അല്ലാത്ത വശവും തമ്മിലുള്ള റിസൾട്ട് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ജസ്റ്റ് ഒരു മസാജ് എല്ലാം കൊടുത്തിട്ട് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തിട്ട് കളയാം.
റിസൾട്ട് വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമ്മൾ വെറും ഒരേ ഒരു പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ തന്നെ ഇത്രത്തോളം റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രമാത്രം റിസൾട്ട് കിട്ടുമെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു റെമഡി മാത്രം മതിയിട്ട് ഇതെല്ലാം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പെർമനൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു റിസൾട്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. ഈ ഒരു പാക്ക് മാത്രമല്ല, ഏതൊരു ഹോം റെമഡിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് എപ്പോഴും യൂസ് ചെയ്യണം. ഈ ഒരു പാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നെല്ലാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ബൈ.